നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായി നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ഗുണഫലങ്ങളും ശുഭദിനങ്ങളും ഫലങ്ങളും അനുകൂലവും പ്രതികൂലവും ഗുണദോഷ സമ്മിശ്രവുമായിട്ടുള്ള ദിവസങ്ങളും പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ 6-ാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു. മേടക്കൂറുകാർക്കെല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരാകുന്നു. ഇടവക്കൂറുകാരുടെ 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 31-ാം തീയതിയും 1-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, ധനലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യതയുള്ളതിനാൽ ഒന്ന് അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ 6-ാം തീയതി ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇടവക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 31-ാം തീയതിയും 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ശുഭദിനങ്ങളാവുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, ധനലാഭം, സൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, മൃഷ്ടാന്ന ലാഭം, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ 6-ാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു.
അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. കാരണം അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. കൂടാതെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മിഥുനക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാവുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ 6-ാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനനേട്ടം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, രോഗശമനം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. കർക്കിടകക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മകം, പൂരം, ഉത്രം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ജൂൺ 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമല്ല. ഗുണദോഷ സമ്മിശ്രമാകുന്നു. 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ ജൂൺ 6-ാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനലാഭം, രോഗശമനം, സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. ചിങ്ങക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ സുഖാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ഉത്രം, മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 31-ാം തീയതിയും ജൂൺ 1-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ 6-ാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. കന്നിക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ജൂൺ 2-ാം തീയതിയും 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമല്ല.
കാര്യതടസ്സം കാണുന്നു. ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, പ്രണയസാഫല്യം എന്നിവ ഫലങ്ങളാകുന്നു. സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ 6-ാം തീയതി ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. തുലാക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 31-ാം തീയതിയും 1-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ 6-ാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, പ്രണയസാഫല്യം, സൗഖ്യവും വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. വൃശ്ചികക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരാകുന്നു. ഈ കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 2-ാം തീയതിയും 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ജൂൺ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ജൂൺ 4-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ 6-ാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. പ്രത്യേകിച്ച് ധനനഷ്ടത്തിന് സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ധനുക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരാകുന്നു. മകരക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 31-ാം തീയതിയും 1-ാം തീയതിയും 4-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31-ാം തീയതി ഞായറാഴ്ച മുതൽ 1-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം,
ബന്ധുസമാഗമം, അതായത് ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. ജൂൺ 1 തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ജൂൺ 4 തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ജൂൺ 4 തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ 6 തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. മകരക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് അവിട്ടം 2 പകുതി, ചതയം, പുരുരുട്ടാതി 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 31 തീയതിയും 1 തീയതിയും 2 തീയതിയും 3 തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31 തീയതി ഞായറാഴ്ച മുതൽ ജൂൺ 4 തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, അതും പല വഴികളിലൂടെ ധനലാഭം, ബന്ധുസമാഗമം, അതായത് ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. ജൂൺ 4 തീയതി വ്യാഴാഴ്ച രാവിലെ 7:40 മുതൽ 6 തീയതി ശനിയാഴ്ച വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. കുംഭക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് പുരോരട്ടാതി 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരാകുന്നു. മീനക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 2 തീയതിയും 3 തീയതിയും 4 തീയതിയും 5 തീയതിയും 6 തീയതിയും ശുഭദിനങ്ങളാകുന്നു. 31 തീയതി ഞായറാഴ്ച മുതൽ 1 തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ജൂൺ 1 തീയതി തിങ്കളാഴ്ച രാത്രി 7 മണി മുതൽ ജൂൺ 6 തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനലാഭം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുസമാഗമം, അതായത് ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. മീനക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ എല്ലാ കൂറുകാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.